ഹായ് ഡിയേഴ്സ്, ഞാനിവിടെ സോയ ചങ്ക്സ് കൊണ്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഒന്ന് കുതിർത്തിയെടുക്കണം. അത് അല്ലെങ്കിൽ വേവിച്ചെടുത്താൽ മതി. വെള്ളത്തിൽ ഉപ്പ് ഇട്ടാണ്ട് വേവിച്ചെടുക്കുക. അത് പിഴിഞ്ഞ് മാറ്റിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും മൈദപ്പൊടിയും, പിന്നെ മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് ഗരം മസാല, സോയാ സോസ്, എന്നിട്ട് നന്നായിട്ട് കുഴക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടുന്നുണ്ട്. ഞാൻ അത് പൊരിച്ചെടുക്കുകയാണ്. കറിവേപ്പിൻ്റെ ഇല ചേർത്താൽ നല്ലൊരു രസം കിട്ടും കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലോണം മൊരിഞ്ഞ് വരണം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പെട്ടെന്ന് പൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു.